ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം 2019 ഓഗസ്റ്റ് മുതൽ സംസ്ഥാനത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ റെക്കോർഡ് വർധനവ് താഴ്വരയിലെ സാധാരണ നിലയിലേക്കുള്ളൊരു സൂചനയായാണ് കണ്ടത്. വിനോദസഞ്ചാരം പ്രാദേശിക തൊഴിലവസരങ്ങളെയും ബിസിനസ്സുകളെയും എങ്ങനെ വളർത്തിയെന്ന് കണക്കിലെടുക്കുമ്പോൾ ഇത് കൂടുതൽ സമ്പന്നമായ ഭാവിയിലേക്കുള്ളൊരു സൂചനയായും കണക്കാക്കപ്പെട്ടു. എന്നാൽ പെഹൽഗാം ആക്രമണം ചില ഭൂതകാല ആക്രമണങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പരിചിതമായൊരു ഭീകരവാദ നാടകമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. വിദേശ നേതാക്കളും ഉദ്യോഗസ്ഥരും രാജ്യത്തിലുണ്ടായിരിക്കെ സാധാരണക്കാർക്കെതിരായ തീവ്രവാദ ആക്രമണം പരമാവധി അന്താരാഷ്ട്ര പ്രശസ്തി നേടാനുള്ള ഒരു തന്ത്രമായാണ് ഭീകരവാദികൾ കണക്കാക്കുന്നത്. 2000 മാർച്ച് 20 രാത്രിയിൽ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചിറ്റിംഗ്പേര ഗ്രാമത്തിൽ 36 ഗ്രാമീണരെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തു. മാർച്ച് 21 മുതൽ 25 വരെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു ഈ ആക്രമണം. ആ സമയത്ത് ക്ലിന്റൺ ജയ്പൂരും ആഗ്രയിലും പര്യടനം നടത്തി. അതേസമയം സ്റ്റേറ്റ് സെക്രട്ടറി മാഡലിൻ ആൽബർട്ടും ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്ട്രോപ്പ് ടാൽബോട്ടും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ഡൽഹിയിൽ തന്നെ തുടരുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം US അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റീന ബി റോക്ക ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെ 2022 മെയ് 14 ജമ്മു കശ്മീരിലെ കലൂച്ചിന് സമീപം ഒരു ഭീകരാക്രമണം നടന്നു. മണാലിയിൽ നിന്നും ജമ്മുവിലേക്കുള്ള ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ആക്രമിച്ച 3 തീവ്രവാദികൾ 7 പേരെയാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് അവർ സൈന്യത്തിന്റെ കുടുംബ ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയും ചെയ്തു. 10 കുട്ടികളും 8 സ്ത്രീകളും 5 സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 23 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 34ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2003 മാർച്ച് 23 പുൽവാമയിൽ നന്ദിമാർഗ് ഗ്രാമത്തിൽ 11 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 24 കശ്മീരി പണ്ഡിറ്റുകളെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തു. 2005 ജൂൺ 13 തിരക്കേറിയ പുൽവാമ മാർക്കറ്റിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 2 സ്കൂൾ കുട്ടികളും 3 CRPF ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 13 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2017 ജൂലൈ 10 കുൽഗാമിൽ അമർനാഥ് യാത്രാ ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.